ലെസ്ലി, ഞാൻ ഈ സൂചിപ്പിച്ച വിധം വാർത്താ ഏജൻസികൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരത്ത് 12 ഇടങ്ങളിലാണ് ഖത്താറ പ്രവിശ്യയിലെ ദോഹയിലെ ഖത്താറ പ്രവിശ്യയിലാണ് ഇത്തരത്തിൽ ഒരു വ്യോമാക്രമണം 12 ഇടങ്ങളിലായി ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. മുൻകരുതലോടുകൂടി, അതായത് ഏകദേശം ഒരാഴ്ചത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം ഭാഗത്ത് എവിടെയെല്ലാം ആക്രമിക്കണം എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ച് ഇതിന് ആവശ്യമായ അതായത് കൂടുതൽ ആളുകൾ, സാധാരണക്കാർ മരിക്കരുത്, അത്തരത്തിലുള്ള യുദ്ധ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ 12 ഇടങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ഹമാസ് നേതാവായ ഖലീൽ അൽ ഹയ്യായെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് ബോംബാക്രമണം നടത്തിയത്. ഇതിൽ അദ്ദേഹം മരിച്ചു എന്നുള്ള സ്ഥിരീകരണം പക്ഷേ ഇസ്രായേലി സൈനിക വൃത്തത്തിൻ്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഞങ്ങൾ തുടങ്ങി വെച്ചു, ഞങ്ങൾ തുടങ്ങി, ഒപ്പം തന്നെ ഞങ്ങൾ നടപ്പിലാക്കി, ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇപ്പോൾ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ ആദ്യമായിട്ടാണ് ഒരു യുണൈറ്റഡ്, അതായത് അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ UAE തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള ആക്രമണവും ഇസ്രായേൽ നടത്തിയിട്ടില്ല. ഇതാദ്യമായാണ് പശ്ചിമേഷ്യയെ ആശങ്കപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വ്യോമാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാകുകയും അതിൻ്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ തങ്ങൾ ഒരു സൈനിക നടപടിയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഒക്ടോബർ 7 രാജ്യത്തെ ജെറുസലേമിനെ ഞെട്ടിച്ച ഹമാസിൻ്റെ ആക്രമണത്തിന് മറുപടി കൂടിയാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ അമേരിക്ക, ട്രംപ് മുൻപോട്ട് വെച്ച ഒരു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ച നടക്കുന്ന ഘട്ടത്തിലാണ്. ആ ചർച്ച നടക്കുന്ന ഘട്ടത്തെ മുതലെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു ഹീന വൃത്തിയിലേക്ക് കടന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാനും ഒപ്പം തന്നെ ഖത്തറും ഈ വിഷയത്തിൽ, ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ഭീരുത്വമായ ആക്രമണ നടപടി എന്നാണ് ഖത്തർ ഇക്കാര്യത്തിൽ വിദേശകാര്യ വക്താവ് പറയുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നതുമെന്നും ഖത്തർ വിദേശകാര്യ വക്താവ് പറയുകയും ചെയ്യുന്നു. എന്തായാലും ലോകരാജ്യങ്ങൾക്കിടയിൽ വീണ്ടും പശ്ചിമേഷ്യ വലിയ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതും ഈ ആക്രമണത്തിൻ്റെ പിന്നിലുണ്ട്. ശരി.